പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു ഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളെക്കുറിച്ച്. അപ്പം എന്താണ് ഫ്യൂച്ചർ സ്കൂൾ അഥവാ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു ക്യാമ്പസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാമ്പസാണ്. കാലിക്കറ്റിലുള്ള ഗോകുലം പബ്ലിക് സ്കൂളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പോകുന്നത് എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാൻ പോകുന്നത്. ഓക്കെ ഫമീൽ സാറേ, ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഒരുപാട് പാരൻസിനൊക്കെ അത് വളരെ വെൽ അവെയറാണ് അവർ. പക്ഷെ അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ തോന്നും. കാരണം നീറ്റ്, JEE അതുപോലെ തന്നെ സിമിലർ എക്സാംസുകൾ ലൈക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ് പോലെയുള്ള എക്സാമുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല എക്സാമുകളുണ്ട്. ഈ എക്സാമുകൾക്കൊക്കെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള പ്രിപ്പറേഷനും കോച്ചിങ്ങും ഒക്കെ തീർച്ചയായിട്ടും അനിവാര്യമായൊരു കാര്യമാണ്. പക്ഷേ ഇത് സ്കൂളിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ട്യൂഷന് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാർ ആലോചിച്ച് നോക്കൂ, ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, അതിനുശേഷം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ ട്യൂഷന് പോകുന്നു, യാത്രയുടെ ഒരു ക്ഷീണം, അതുപോലെ തന്നെ ആകെ ടയേർഡാവുക, ഒരേ കാര്യങ്ങൾ വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് കേൾക്കുക, വീണ്ടും കേൾക്കുക. ശരിക്കും പറഞ്ഞാൽ അവരുടെ സമയം കൂടി നഷ്ടപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതെ 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 ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, അവരുടെ അലോട്ട് ചെയ്ത ഒരു സ്കൂൾ ടൈമിനുള്ളിൽ തന്നെ ബോർഡ് എക്സാമിനേഷനിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ എൻട്രൻസ്, അതായത് എൻട്രൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്ന് മാത്രമല്ലല്ലോ, ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അല്ല, അതിൽ സാറേ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പല എക്സാമുകൾക്കും പിന്നെ വളരെ ലിമിറ്റഡ് അറ്റംപ്റ്റുകളേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ JEE അഡ്വാൻസിനെ പറ്റി അങ്ങനെ പറയണ്ടേ. JEE അഡ്വാൻസ്ഡ് ലൈഫ് ടൈമിൽ 2 തവണ ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഒന്ന് +2 ബോർഡ് എക്സാം എഴുതുന്ന അതേ വർഷം, രണ്ടാമത്തെ വെരി നെക്സ്റ്റ് ഇയർ. ശരിക്കും അത് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു കുട്ടി +2 ഫോക്കസ്ഡ് ആയിട്ടല്ലെങ്കിൽ JEE സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നഷ്ടമായി. അതായത് ഇനിയൊരു ചാൻസ് പിന്നില്ല. JEE അഡ്വാൻസ്ഡ് മാത്രമല്ല, ബിറ്റ്സിന് ഇങ്ങനെയാണ്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ബിറ്റ്സിനും ഇതേ പാറ്റേണാ. ബോർഡ് എക്സാം എഴുതുന്ന ആ വർഷം നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഇയറും കൂടെ നിങ്ങൾക്ക് അതിൽ അപ്പിയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുള്ളൂ. ഇനി സാറേ, JEE മെയിനിലേക്ക് വരുന്ന സമയത്തും വലിയ മാറ്റമില്ല. JEE മെയിനിൽ 3 തവണ വരെയൊക്കെ 3 ഇയേഴ്സ് ടോട്ടൽ 6 അറ്റംപ്റ്റേ ഉള്ളൂ. സർ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എത്ര തവണ എഴുതാം? 3. അതും 3 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ അവസരങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ അറ്റംപ്റ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ പോയി എഴുതുക എന്നുള്ള ഒരു രീതിയിലാവാൻ പാടില്ല. ഇവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ, ഫ്യൂച്ചർ സ്കൂളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അത് മാത്രമല്ല ശരിക്കും പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ സ്കൂളിങ്ങും ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കും വരുന്ന സമയത്ത് ഏറെക്കുറെ സുരക്ഷിതമായി പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സേഫായിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സേഫ്, അതുപോലെ അവരുടെ മെന്റൽ ഹെൽത്ത്, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട്. കാരണം ഈ ക്യാമ്പസിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു വിശാലമായിട്ടുള്ള ക്യാമ്പസാണ്. ഇതുപോലെ തന്നെയാണ് സാർ, നമുക്ക് ഈ കോഴിക്കോട് മാത്രമല്ല, നമ്മൾ തൃശ്ശൂർ തൃപ്രയാർ എന്ന് പറയുന്ന സ്കൂളുണ്ട്. വളരെ വിശാലമായിട്ടുള്ള വലിയൊരു ക്യാമ്പസ് അവിടെയുണ്ട്. സാറേ, കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പാരന്റ് ചോദിച്ചൊരു കാര്യമുണ്ട്. ആ പാരന്റ് അങ്ങനെ ഭയങ്കര ഇൻറ്റൻസീവായിട്ടൊക്കെ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ കുട്ടി വേറെന്തോ ഒരു സാധനമായിട്ട് മാറുമോ? എനിക്ക് വെറും ഒരു പിന്നെ എഞ്ചിനീയറെ, ഡോക്ടറെ അല്ലേ വേണ്ടത്, ഒരു മനുഷ്യത്വമുള്ള അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളെ ക്യാമ്പസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അത് തന്നെയാണ്. കാരണം നമ്മൾ ഇതിലൊരു, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ കോഴിക്കോട്, തൃശ്ശൂർ, തൃപ്പയാർ കൂടാതെ ആറ്റിങ്ങൽ, ട്രിവാൻഡ്രത്തുള്ള, അതും ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് ആറ്റിങ്ങൽ, ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അപ്പം വളരെ ഗംഭീരമായിട്ടുള്ള 3 ഫ്യൂച്ചർ സ്കൂളുകളാണ് നീറ്റ്, JEE ഫോക്കസ്ഡ് ആയിട്ട് ബോർഡ് എക്സാമിനേഷന് അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ സേവനമുണ്ട്. കൂടാതെ സാർ ഇപ്പോൾ പറഞ്ഞ സ്ട്രെസ് ഫ്രീ എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഒരു വാക്കിലല്ല നമ്മുടെ സ്ട്രെസ് ഫ്രീ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഒരു +2 ലൈഫാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പഠിക്കുന്ന സമയത്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് മാറേണ്ട എല്ലാ ആംബിയൻസും അവിടെ ഉണ്ടാവണം. അവരെ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യണം, അവരെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യണം. അവർക്ക് ഇപ്പം കണ്ടില്ല, നമ്മളെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഈ പ്ലേ ഏരിയ അവർക്ക് വേണം.
അവരത് കളിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ഔട്ടിങ് വേണം എന്ന് കരുതി ഫുൾ ടൈം കളിയോ ഫുൾ ടൈം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നല്ല. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ബാലൻസ്ഡ് സ്ട്രക്ചറാണ് നമ്മുടെ സ്കൂളിങ്ങിന് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും ആ സ്കൂളിംഗ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, +1 +2 സ്കൂളിംഗ്, അതവർക്ക് നഷ്ടമാവാൻ പാടില്ല. പിന്നീട് വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ആ കുട്ടികൾക്ക് അതായത് +2 ലൈഫിൽ ഒരു നോർമൽ സ്കൂളിൽ കിട്ടേണ്ടതെല്ലാം ലഭിച്ചുകൊണ്ട് കൂടാതെ അവരുടെ എൻട്രൻസും അവരുടെ ബോർഡും ഒരേ പ്രാധാന്യത്തോടെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ക്യാമ്പസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി കൂടാതെ നമ്മുടെ ഒരു അക്കാഡമിക്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കിഡിലനായിട്ടുള്ള മെറ്റീരിയൽ. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു പാനലൊക്കെ ഓൾറെഡി നിങ്ങളിപ്പോൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ആ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ടീച്ചേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് അവരുടെ ബോർഡും എൻട്രൻസും ഒരേപോലെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന രൂപത്തിലാണ് ആ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് ബോധ്യപ്പെടാൻ ഒരു പ്രയാസം ഉണ്ടാവും. അവർക്ക് വേണ്ടി സാറേ നമുക്ക് മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ തന്നെ വേറെ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ വർഷം +1 ആണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന പോലും നമ്മളിപ്പം ഒരു +1 തന്നെയല്ലേ സാറേ? അല്ല, ഒരു ചെറിയ വ്യത്യാസം കൂടി ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം +2 കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട് ഗോകുലത്തിൽ +2 സ്കൂളോട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ +2 കൂടി +2 തന്നെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. +2 അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് പാരൻസിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒരുപാട് പ്രഷർ വന്നതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പം ഫ്യൂച്ചറിൻ്റെ ഭാഗമായി വന്നതോടുകൂടി തന്നെ +2 ക്ലാസ്സുകൾ കൂടി നമ്മൾ കോഴിക്കോട് ഗോകുലത്തിൽ, അത് കോഴിക്കോട് ക്യാമ്പസിൽ മാത്രം. ഓക്കെ, ബാക്കിയുള്ള ക്യാമ്പസുകളിലൊക്കെ +1 അഡ്മിഷൻ. അത് 10th കഴിഞ്ഞ കുട്ടികളാണ്, പേരൻസും ആണ് അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചർ സ്കൂളിങ് ഏത് വിധത്തിലാണ് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ പേരൻസിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, വെറും നീറ്റ് JEE 2 എക്സാമിനെ മാത്രമല്ല ഇത്തരം ഒരു പ്രോഗ്രാമിൽ പഠിക്കുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവർക്ക് വൈഡ് ആയിട്ടുള്ള, അപ്പോൾ ഡിസൈൻ സ്ട്രീമിലേക്ക് പോകേണ്ട ആളുകൾക്ക് നമ്മുടെ UC'യുടെ എൻട്രൻസ് എക്സാം വഴി അങ്ങനെ പോവാം. അതുപോലെ തന്നെ വേരിയസ് എക്സാംസുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത്. നിങ്ങളുടെ സയൻസ് സ്ട്രീമിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കും ഇത്തരം സ്കൂളുകളിൽ, ഫ്യൂച്ചർ സ്കൂളുകളിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തു പറയാനുള്ളത്, നമുക്കറിയാം നമുക്ക് ഈ വർഷം കേരളത്തിൽ 3 സ്കൂളുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് പഠിക്കാൻ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് വന്ന് പഠിക്കാനുള്ള സാഹചര്യം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ 3 സ്ഥലങ്ങളിലും ഹോസ്റ്റൽ ഫെസിലിറ്റി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ അവൈലബിൾ ആണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങളെ നോക്കുന്ന അതായത് ഏറ്റവും സുരക്ഷിതത്വം. സർ, ഹോസ്റ്റൽസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു ആശങ്ക ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഫുഡിൻ്റെ ക്വാളിറ്റി ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതിലൊന്നും യാതൊരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഓരോ കുട്ടിയും, നമ്മുടെ കൂടെ വരുന്ന ഓരോ കുട്ടിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. ആ സുരക്ഷിതത്വം ഉറപ്പ് നൽകിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ടും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കാനുള്ള ഒരു ആംബിയൻസ് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ പെട്ടെന്ന് എന്ത് ചെയ്യുക സാറേ? ഒറ്റ കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം വരുന്നുണ്ട്. യെസ്, അപ്പോൾ ആ കാര്യം, കാരണം അവർക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് സാറ് തടസ്സം നിൽക്കണമെന്ന്. അപ്പോൾ അവർക്കുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ച് പറയാം. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച ഈ പറയുന്ന 3 സ്ഥലങ്ങളിൽ തൃശ്ശൂർ മാത്രം നമ്മൾ 28-നാണ് നടത്തുന്നത്. അതെന്തുകൊണ്ട് സാറേ? അവിടെ പൂരം വന്നതുകൊണ്ട് നമ്മൾ മാറ്റിവെച്ചതായിരുന്നു. അപ്പം അതിനുശേഷം 28-നാണ് തൃശ്ശൂർ നടക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും കോഴിക്കോട് ഗോകുലത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ മലപ്പുറം ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ വെച്ചിട്ടാണ് പെരിന്തൽമണ്ണ നടക്കുന്നത്. തൃശ്ശൂർ നമ്മൾ 28 എന്ന് പറഞ്ഞു. എറണാകുളത്ത് നടക്കുന്നത് ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിലാണ്. ഇനി അതേപോലെ ട്രിവാൻഡ്രത്താണ് മറ്റൊന്ന്, അത് പിന്നെ സെന്റ് മേരീസ് പട്ടം, ഓക്കെ, വലിയ സ്കൂളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആ എക്സാം നടക്കുന്നത്. രാവിലെ 10 മണിക്കാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്ക് നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ല പഠിക്കാൻ താല്പര്യമുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ ഇതുവരെ അതിൽ രജിസ്റ്റർ ചെയ്യാത്തുണ്ടെങ്കിൽ താഴെ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് രജിസ്ട്രേഷനുള്ള അവസരം കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്ത അപ്ഡേഷനുമായിട്ട് ഞങ്ങൾ വരാം. സ്റ്റേ ട്യൂൺ.